മെസ്സി തന്നെയാണ് ഗോട്ട്. തർക്കിക്കുന്നവരെ വിഡ്ഢികള്. ഈ പറഞ്ഞ 2002 തൊട്ട് സ്ഥിരമായിട്ട് ഒട്ടുമിക്ക രാജ്യാന്തര ടൂർണമെന്റുകളും കണ്ട ഞാനാണ്. 98 ഫൈനൽ കണ്ടിട്ടുണ്ട്. 2026 വരെ ഒരുവിധം കളികളൊക്കെ കണ്ടിട്ടുണ്ട്. തർക്കിക്കുന്ന ശരിക്ക് വിഡ്ഢികൾ തന്നെയാണ്. എന്റെ കാഴ്ചപ്പാടില് മെസ്സി രാജാവും മറ്റുള്ളവരൊക്കെ മന്ത്രിമാരാ. ഈ മന്ത്രിമാരിൽ ആരാണ് പ്രധാനമന്ത്രി ഉള്ള തർക്കം മാത്രമാണ് ശരിക്കും നാട്ടില് വേണ്ടുള്ളൂ. മെസ്സിനെ അത് വേറെ ലെവലാണ്. മെസ്സിനെ വേറെ തന്നെ വെച്ചുകൊണ്ടാണ് ശരിക്ക് തർക്കം പാടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ തർക്കിച്ച വെച്ചാല് CR7 റൊണാൾഡോ, നമ്പർ 9 റൊണാൾഡോ, മെസ്സി, ഇതിലാരാ നല്ല സ്ട്രൈക്കർ എന്ന് വെച്ചാണ്ട് നമ്മള് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷെ നല്ല കളിക്കാരൻ ആരാ വെച്ചാണ്ട് ഒരിക്കലും തർക്കിക്കുന്നതില് അർത്ഥമില്ല. അപ്പൊ സിദാന്റെ ഇത് നോക്കണേ, ഇപ്പൊ മെസ്സി കണ്ടില്ല 1320 ഗോളാണ്, അല്ല ഇത് ഗോളും അസിസ്റ്റും കൂടെ ഉള്ളത്. അതിന് പുറമെ ഗോൾ ക്രിയേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു ഗോളിലേക്കുള്ള വഴികളൊക്കെ ഒരുക്കണ ഒരു തരം കളി. അത് ഒരു പക്ഷെ സിദാനും റൊണാൾഡീഞ്ഞോക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും, മെസ്സിക്കും ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ സിദാനും റൊണാൾഡീഞ്ഞോക്കും മെസ്സിന്റെ അത്ര ഗോള് ഇല്ല. അപ്പൊ ആ വിഷയത്തിൽ ഇവര് പിറകിലാണ്. റൊണാൾഡോക്ക് മെസ്സിനായിട്ട് ഒരു 10-20 ഗോൾ അധികം ഉണ്ടാവും. പക്ഷെ ഈ ഗോൾ ക്രിയേഷനും അസിസ്റ്റും മെസ്സിന്റെ അടുത്ത് എത്തൂല. അതുപോലെ തന്നെ ഇനിയിപ്പോ നെയ്മർ ആയാലും, കക്ക ആയാലും, റിവാൾഡോ ആയാലും, പിർലോ ആയാലും, ഇവരൊക്കെ തമ്മില് പരസ്പരം വിലയിരുത്തിക്കാണ്ട് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. പിർലോ ആണോ സിദാനാണോ ഏറ്റവും മികച്ച കളിക്കാരന് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് തർക്കിക്കുക. പക്ഷെ ഇതിൽ മെസ്സിനുമായിട്ട് താരതമ്യം ചെയ്യൽ അർത്ഥമില്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. പലർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന 2002 തൊട്ട് ഒട്ടും പല ക്ലബ്ബ് കളികളും പ്രധാനപ്പെട്ട കളികളൊക്കെ കാണുന്ന ആളാണ്. ഞാനൊരു അർജന്റീന ഫാൻ അല്ലാന്ന് എന്റെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത് കണ്ടില്ല. ഇപ്പൊ നെയ്മറിന്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സിന്റെ അതാ ചില ഗുണങ്ങളുണ്ട്. അത്യാവശ്യം ഗോൾ ക്രിയേഷനും അസിസ്റ്റും ഗോളിന്റെ എണ്ണമൊക്കെ ഉണ്ട്. പക്ഷെ മെസ്സിന്റെ 4 കാലത്ത് എത്തൂല എന്നുള്ളതാണ് സത്യം. റൊണാൾഡോക്ക് ഗോൾ ഉണ്ട്. ഇനിയിപ്പോ റൊണാൾഡീഞ്ഞോക്ക് ഗോൾ ക്രിയേഷന് കുറെ ഉണ്ടാവും, അസിസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഗോളിന്റെ കാര്യത്തില് നെയ്മറിന്റെ 4 കാലത്ത് എത്തൂല. അപ്പൊ വേൾഡ് കപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ മെസ്സിക്ക് 21 ഗോളും 12 അസിസ്റ്റും ഉണ്ട്. പ്ലസ് മൂന്നാമത്തെ ഒരു സംഭവം ഉണ്ട്, ഗോളിലേക്കുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി ഉരുത്തിരിക്കുക എന്നുള്ളൊരു സംഭവം. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മെസ്സി തന്നെയാണ് രാജാവ്. അതായത് 98 തൊട്ട് ഒരു 2026 വരെയുള്ള കളിയിൽ എന്റെ വിലയിരുത്തലില് മെസ്സി തന്നെയാണ് രാജാവ്. അതിന് കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു സംഭവമാണ്. അതിന്റെ മുമ്പത്തുള്ള കളികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അത് വിലയിരുത്തുന്നതില് ഒരു അർത്ഥമില്ല. ഒരു 10-40 എന്നെ പോലുള്ള ഒരു 10-40 വയസ്സുള്ള ആളുകൾ 2002 തൊട്ട് കളി കണ്ടിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നുണ്ട്. അവര് ഏതെങ്കിലും ഒരു കട്ട ഫാന് ടീമിന്റെ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സമ്മതിക്കേണ്ട വിഷയമുള്ളൂ. മെസ്സിയാണ് ഇതിഹാസം, ഇതിഹാസങ്ങളുടെ ഇതിഹാസം. ബാക്കിയുള്ളവരൊക്കെ ഇതിഹാസങ്ങൾ തന്നെയാണ്, മോശമൊന്നല്ല. പിന്നെ റൊണാൾഡോക്കൊക്കെ കുറെയൊക്കെ അദ്ദേഹത്തിന്റെ ചാരിറ്റിയും പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത കഥകളും ഇതൊക്കെ ഒരു ഇതിഹാസ പരിവേഷം നൽകിയിരിക്കണെന്നുള്ളത് അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കുറെയൊക്കെ ഒരു ഇത്. ഇനിയിപ്പോ അതിലൊക്കെ ഇനി ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ റൊണാൾഡോന്റെ റെക്കോർഡ് ഹാളന്റെ ഒരു 10-35 ഒരു 38 വയസ്സരൊക്കെ ജീവിച്ചാല് ഈ ഗോളർ റെക്കോർഡ് ഒരു പക്ഷെ തകർത്തേക്കാം. പക്ഷെ മെസ്സിന്റെ ഈ 3 കൂടിയ റെക്കോർഡുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും തകർക്കുന്ന അങ്ങനെ ഒരു ജന്മം ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും. ഹാളന്റെ അത് തകർക്കാൻ ചാൻസ് ഉണ്ട്. റൊണാൾഡോന്റെയും മെസ്സിന്റെയും ഗോളെണ്ണം ആരോഗ്യം ഉണ്ടെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആരോഗ്യക്കുറവുകൊണ്ട് കരിയർ നഷ്ടപ്പെട്ട ആൾക്കാരാണ് റൊണാൾഡീഞ്ഞോ. കുറെയൊക്കെ സ്വന്തം നഷ്ടപ്പെടുത്തിയാണ്. നെയ്മർ, കക്ക ഒക്കെ ഒരു 10 വയസ്സായപ്പോഴത്തിന് ഏകദേശം തീരുമാനമായി. പക്ഷെ ഹാളന്റെ അങ്ങനെ ആകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 36-37 വയസ്സായെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയി കളിക്കുന്നതന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.